മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൊച്ചിയിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് പോയത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാനാണ് പോയതെന്നുമാണ് ഇടതു നേതാക്കൾ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേതായി പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. എന്നാൽ സതീശന്റേത് ഔദ്യോഗിക യാത്രയാണെന്നാണ് കോൺഗ്രസുകാർ വിശദീകരിക്കുന്നത്. ഈ വിവാദം കൊഴുക്കവേ വെള്ളിയാഴ്ച നടന്ന മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര എങ്ങനെയായിരുന്നുവെന്ന് വിശദീകരിക്കുകയാണ് പ്രമുഖ ഏവിയേഷൻ വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ്. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ കൃത്യമായ സമയക്രമങ്ങളും ചെലവ് വിവരങ്ങളും വിശകലനം ചെയ്ത് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയാണ് അദ്ദേഹം ചെയ്തത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം വെള്ളിയാഴ്ച നടന്ന ഹെലികോപ്റ്റർ യാത്രയുടെ റൂട്ട് മാപ്പും ഇതിനു പിന്നിലെ സാമ്പത്തിക മാനങ്ങളും വ്യക്തമാക്കിയത്. ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് കേരളം വാടകയ്ക്കെടുത്തിട്ടുള്ള VTRGQ എന്ന രജിസ്ട്രേഷനിലുള്ള H145 എയർബസ് ഹെലികോപ്റ്ററാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ജൂലൈ 28-ന് ബംഗളൂരുവിൽ നിന്നെത്തി ചാലക്കുടിയിലെ ചിപ്സന്റെ പാർക്കിംഗ് കേന്ദ്രത്തിൽ കിടക്കുകയായിരുന്നു ഹെലികോപ്റ്റർ. മുഖ്യമന്ത്രി കൊണ്ടുവരാനായി വെള്ളിയാഴ്ച രാവിലെ 8:13-നാണ് തിരുവനന്തപുരത്തേക്ക് പറന്നുയർന്നത്. 55 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം രാവിലെ 9:08-ന് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 9:27-ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ 10:57-ഓടെ തിരുവല്ല തടിയൂർ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് പടിഞ്ഞാറുള്ള ഭാഗത്ത് 8175 അടി ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് കാലാവസ്ഥ മോശമായത്. തുടർന്ന് സുരക്ഷ മുൻനിർത്തി തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പറന്നു. രാവിലെ 11:35-ന് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് തിരിച്ചിറങ്ങി. പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12:37-ന് വീണ്ടും കൊച്ചിയിലേക്ക് തിരികുകയും ഉച്ചയ്ക്ക് 1:52-ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2:20-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ 7 മിനിറ്റിനുള്ളിൽ ചാലക്കുടിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച മാത്രം ഹെലികോപ്റ്റർ ആകെ 4 മണിക്കൂർ 25 മിനിറ്റാണ് പറന്നതെന്ന് ജേക്കബ് കെ ഫിലിപ്പ് കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാട്ടുന്നു. ചാലക്കുടി തിരുവനന്തപുരം 55 മിനിറ്റ്, തിരുവനന്തപുരം തടിയൂർ തിരുവനന്തപുരം 2 മണിക്കൂർ 8 മിനിറ്റ്, തിരുവനന്തപുരം കൊച്ചി 1 മണിക്കൂർ 15 മിനിറ്റ്, കൊച്ചി ചാലക്കുടി 7 മിനിറ്റ്. ഈ യാത്ര സംസ്ഥാന ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയോ എന്ന ചോദ്യത്തിന് ആയെന്നോ ഇല്ലെന്നോ ഒറ്റയടിക്ക് ഉറപ്പിച്ച് പറയാനാവില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വാടകയിലും ആദായകരമായ വ്യവസ്ഥകളോടെയുമാണ് മുൻ സർക്കാരിൻ്റെ കാലത്ത് കേരളം ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. GST ഉൾപ്പെടെ പ്രതിമാസം 80 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വാടക. ഈ തുകയ്ക്ക് മാസത്തിൽ 25 മണിക്കൂർ പറക്കാമെന്നതാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ 25 മണിക്കൂർ തികയ്ക്കാൻ ഗുജറാത്ത് സർക്കാർ പവൻ ഹംസ് കമ്പനിക്ക് നൽകുന്നത് മാസം 2.69 കോടി രൂപയാണ്. ബീഹാർ സർക്കാരാകട്ടെ 87 ലക്ഷം രൂപ വാടകയ്ക്ക് പുറമെ പറക്കുന്ന ഓരോ മണിക്കൂറിനും 99,000 രൂപ അധികമായി നൽകുന്നുണ്ട്. കേരളം മാസം നൽകുന്ന 80 ലക്ഷം രൂപയ്ക്ക് 25 മണിക്കൂർ പറക്കാമെന്നിരിക്കെ ജൂലൈ മാസത്തിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ എത്ര സമയം ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ യാത്ര അധിക സാമ്പത്തിക ബാധ്യതയാകുമോ ഇല്ലയോ എന്ന കാര്യമെന്ന് ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കിടെ വി.ഡി. സതീശനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ രംഗത്ത് വന്നത്. അതിലെന്താണ് കുഴപ്പമുള്ളതെന്ന് ചോദിച്ച മന്ത്രി ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്രകൾ നടത്തിയത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. കാറിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വൈകുന്ന സാഹചര്യങ്ങളിലാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നും ഇതിലെന്ത് തെറ്റാണുള്ളതെന്നും മുരളീധരൻ ചോദിച്ചു. മുൻ സർക്കാർ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ തങ്ങൾ പരാതിപ്പെട്ടിട്ടില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉപയോഗിച്ചുവെന്ന് മുൻ മന്ത്രി MP രാജേഷാണ് ആക്ഷേപം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹെലികോപ്റ്റർ ദൂരത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് സതീശൻ നടത്തിയ ആരോപണങ്ങളായിരുന്നു വിമർശനങ്ങൾക്ക് കാരണമായത്.